നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട 3 വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞത് മഹബ്ബത്തി, എന്റെ ഹുബ്ബിനെ കുറിച്ച്, എന്നെ എങ്ങനെ സ്നേഹിക്കണം, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, അതൊക്കെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ട രണ്ടാമത്തെ വിഷയം അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തെ എങ്ങനെ സ്നേഹിക്കണം, അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് തീരെ ഇല്ലാത്തതാണ്. നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം ആരാണ്, റസൂലുള്ളാഹി തങ്ങളുടെ അഹ്ലി ബൈത്ത് ആരാണ് എന്ന് തീരെ പരിചയമില്ലാത്ത കാലമാണ്. തീരെ പരിചയമില്ല. ഞങ്ങളുടെ തങ്ങന്മാരുമായി അവിടുത്തെ കുടുംബങ്ങളുമായി ഒരു ബന്ധവും നമ്മുടെ മക്കൾക്ക് ഇന്ന് നാം നൽകുന്നില്ല എന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തോട് അടുത്ത സമയത്ത് ഒരു ഖുത്ബ ഓതുകയുണ്ട്. ആ ഖുത്ബയിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബ, ഞാൻ റസൂലുള്ളാഹിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. എന്നെ അല്ലാഹ് എപ്പോ വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം കൊടുക്കൽ എനിക്ക് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നതിനൊരു സൂചനയായിട്ട് വഫാത്തിന് കുറച്ചു മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ഖുത്ബ ഓതിയത്. പക്ഷെ ഞാൻ മരിച്ചു പോയാലും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന താരിഖുൻ ഫീകും സഖലൈൻ, നിങ്ങളുടെ കയ്യിലെ 2 കാര്യം ഞാൻ ഏൽപ്പിച്ചു പോവാൻ. ഞാൻ പോയാലും എന്റെ ദൗത്യം ഇവിടെ അല്ലാഹുവിനെ പഠിപ്പിച്ചു തരലാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് നിങ്ങൾക്ക് എത്തിച്ചു തരലാണ്. പക്ഷെ ഞാൻ മരിക്കലോടുകൂടി, എന്റെ വഫാത്തോടുകൂടി അതൊന്നും തീർന്നു പോകുന്നതല്ല. ഞാൻ മരിച്ചു പോയാൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ 2 കാര്യം ഏൽപ്പിച്ചു തരാൻ പോവാണ്. എന്താണ് 2 കാര്യം? ആദ്യമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒന്നാമത് അവ്വലുഹുമാ, 2ൽ ആദ്യത്തേത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഫീഹിൽ ഹുദാ വന്നൂർ, ആ കിതാബിലാണ് നിങ്ങൾക്ക് വേണ്ട വെളിച്ചവും നിങ്ങൾക്ക് വേണ്ട സന്മാർഗവും ഉള്ളത്. ആ കിതാബിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഖുർആനോട് നിങ്ങൾ മുറുക്കി പിടിക്കണം. ആ ഖുർആനോട് നിങ്ങൾ മുറുക്കി പിടിച്ചോളണം. കാരണം നിങ്ങൾ വഴിതെറ്റി പോകുമ്പോ, ഹിദായത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ, നിങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു തരുന്ന ഏറ്റവും വലിയ ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ. അത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒഴിവാക്കി തരുകയാണ്. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്തറിയോ, അഹ്ല ബൈത്തി, ഞാൻ പോയാലും നിങ്ങളുടെ കയ്യിൽ ഞാൻ ബാക്കി വെക്കുന്നത് നിന്നത് എന്റെ കുടുംബത്തെയാണ്. എന്റെ കുടുംബം, എന്റെ അഹ്ല ബൈത്ത്, ആ അഹ്ല ബൈത്ത് കുടുംബം, അവരെയും നിങ്ങൾക്ക് ഞാൻ ഇതാ ബാക്കി വെച്ച് പോവുകയാണ്. ഞാൻ പോയാൽ അവർ നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുണ്ടാവും. അത് ഖിയാമത്ത് നാൾ വരെ എന്റെ അഹ്ല ബൈത്ത് ഇവിടെ ബാക്കിയുണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദക്കിറുകുമുല്ലാഹ് ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ് ഫീ അഹ്ലി ബൈത്തി, ഉദക്കിറുകുമുല്ലാഹ് ഫീ അഹ്ലി ബൈത്തി. 3 തവണ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി മിമ്പറിൽ കയറി മഹാന്മാരായ സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉദക്കിറുകുമുല്ലാഹ്, നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തി തരുകയാണ്. ഫീ അഹ്ലി ബൈത്തി, എന്റെ കുടുംബത്തിലായി. എന്റെ കുടുംബം, ആ കുടുംബത്തിലായി നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയും. നമ്മളെ പോലെ കുടുംബമല്ലല്ലോ റസൂലുള്ളാഹിന്റെ കുടുംബം. നമ്മളെ പോലെ ഞാൻ പറഞ്ഞേ, നമുക്ക് കുറച്ചായാലും പിന്നെ ഉപ്പമാരാരാണെന്ന് അറിയില്ല. 2-3 തലമുറ പോയാൽ 4-ാമത്തെ ഉപ്പാപ്പ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മഹത്തുക്കളായ തങ്ങന്മാർ, അവരോട് ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ എത്രാമത്തെ ഉപ്പാപ്പയാണ്? നേരിട്ട് ഒരു കലക്ഷണവും ഇല്ലാതെ, അതിന്റെ ഇടയിൽ ഒരു കലങ്കവും ഇല്ലാതെ നേരിട്ട് എല്ലാ മുസ്ലിമീങ്ങളായ തങ്ങന്മാരിലൂടെ അവരുടെ പാരമ്പര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പാരമ്പര്യമാണ്.
അതാണ് അവിടുത്തെ ആ സംശുദ്ധി എന്ന് പറഞ്ഞ നമ്മളെ പോലെയുള്ള കുടുംബമൊന്നുമല്ല. നേരിട്ട് റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മുസ്ലിം പാരമ്പര്യമുള്ള സാദാത്യങ്ങളുടെ പാരമ്പര്യമായിരിക്കും. റസൂൽ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ കുടുംബത്തിലായി. ആ കുടുംബം കുടിച്ചാൽ അവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയും. നമ്മുടെ കുടുംബം അങ്ങനെയല്ല. കുറച്ചു പോയാൽ പിന്നെ അള്ളാഹുമായി ബന്ധമില്ലാത്ത കുടുംബമായിരിക്കും. ഏതോ വിശ്വാസക്കാരനായ ഒരു ഉപ്പാപ്പയായിരിക്കും നമ്മുടെ ഉപ്പാപ്പ. അതൊന്നുമല്ല. ആ ഒരു മഹബത്ത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുണ്ടായാൽ ആ മക്കളിൽ പരിശുദ്ധമായ ദീനുമായിട്ടുള്ള ഒരു ബന്ധം, ദീന് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മക്കളിൽ ഉണ്ടാവും. അംഗന്മാരെന്ന് പറഞ്ഞാൽ ചിലർക്കാരൊന്നുമല്ല. ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ മിൻ അൻ അസ്ല ഖറാബതി. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം, ആ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും മഹബത്തുള്ളത് റസൂലുള്ളാഹി തങ്ങളുടെ ആ കുടുംബത്തെ സ്നേഹിക്കലാണ് എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അവർക്ക് അങ്ങനെയാണ് എല്ലാ മാത്തുകളും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എടുത്തു നോക്കിയാൽ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരൊക്കെയും ധാരാളമായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചവരാണ്. അവരെ സ്നേഹിക്കണം. തങ്ങന്മാരെന്ന് പറഞ്ഞാല് ചിലപ്പോ അവര് വലിയ ആലിമികളൊന്നും ആയിരിക്കൂല, വലിയ പണ്ഡിതന്മാരൊന്നും ആയിരിക്കൂല. പക്ഷെ അവരുടെ ശരീരത്തിൽ ചലിക്കുന്ന രക്തം റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധമുള്ള രക്തങ്ങളാണ്. വലിയ നമുക്ക് നമ്മുടെ നാടിന് അല്ലാഹു തആല തന്ന വലിയ ഒരു അഭിമാനമാണ് മഹാന്മാരായ കുംഭതങ്ങന്മാർ. അല്ലെ, ആദരിക്കാത്ത ആളുകളില്ല, സ്നേഹിക്കാത്ത ആളുകളില്ല. എത്രയോ ആളുകൾ, സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾക്ക് ആ മഹാന്മാരായ സാദാത്യങ്ങൾ വലിയ അഭയമാണ്. നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ കുംഭതങ്ങൾ, ഉമർ കുഞ്ഞ് തങ്ങൾ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്ത് പറഞ്ഞാലും എത്ര നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളെ മനസ്സറിഞ്ഞിട്ട് സഹായിക്കുന്ന വലിയ സയ്യിദാണ്. എത്ര ആളുകൾ പരിശുദ്ധമായ റമദാൻ എന്നാൽ എന്നോടല്ല എത്ര ആളുകൾ ഉസ്താദേ തങ്ങളെ ആദ്യം എനിക്ക് വന്നിട്ടുണ്ട്. ചെറിയ പൈസൊന്നുമല്ല, 500 100 വലിയ വലിയ സംഖ്യകൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള വസ്ത്രം അയച്ചു തന്നിട്ടുണ്ട്. നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഈത്തപ്പഴം അയച്ചു തന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ മാത്രം അറിയിക്കുന്ന രൂപത്തിലുള്ള ഹദിയകളും അതുപോലെ എത്ര ആളുകൾക്ക് എത്രയോ പ്രശ്നങ്ങൾ ആ മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തആല പരിഹരിച്ചു കൊടുത്തു. അള്ളാഹു ആ കുമ്പോൾ തറവാട്ടിലെ സർവ്വ സാദാത്യങ്ങൾക്കും അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരെ സ്നേഹിക്കണം. അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആലുൻ നബിയ്യ ദരീഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം യുഹ്ദാവദാ ബിയദിൽ യമീനി സഹീഫതി. ഷാഫി ഇമാമിന്റെ കയ്യിൽ അവനില്ലാത്ത ആളൊന്നുമല്ല. എല്ലാ ദിവസവും ഞങ്ങളെ പോലെ 3 ഖുൽ ഹുവല്ലാഹു ഓതിട്ട് ഖത്മുൽ ഖുർആൻ ഓതിയതിന്റെ കൂലി എടുക്കുന്ന ആളൊന്നുമല്ല. എല്ലാ ദിവസവും അൽ ബഖറ തൊട്ട് തുടങ്ങിയിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഓതി തീർത്ത മഹാനായിരുന്നു. എല്ലാ ദിവസവും ഒരു ഖത്ം. റമദാൻ വന്നാൽ 2 ഖത്ം. അത്രയും വലിയ അമൽ ചെയ്ത ഷാഫി ഇമാം പറഞ്ഞെന്തറിയോ, നാളെ ആഖിറത്തിൽ അല്ലാഹു തആല എന്റെ കിതാബ് എന്റെ വലത്ത കയ്യിൽ തരട്ടെ. ആ വലത്ത കയ്യിൽ തരാൻ എന്റെ കയ്യിൽ ആയുധമായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ? ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതാണ്. ഷാഫി ഇമാമാരാണ്. ഷാഫി ഇമാം സയ്യിദാണ്. അതാണ് വലിയ അത്ഭുതം. ഷാഫി ഇമാമാരാണ്. ഷാഫി ഇമാം തങ്ങളാണ്. ആ തങ്ങളായ ഷാഫി ഇമാം തന്നെ പറഞ്ഞെന്തറിയോ, എനിക്ക് നാളെ ആഖിറത്തിൽ എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ ഞാൻ എന്റെ കയ്യിലുള്ള ഏക ആയുധം എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
രക്തം ചലിക്കുന്ന ശരീരമുള്ള മഹന്മാരായ തങ്ങന്മാരെ ഞാൻ സ്നേഹിക്കുന്നു എന്നതാണ്. അല്ലാഹു തആല അതുപോലെയുള്ള മഹബത്ത് നമ്മുടെ ഖൽബിലും അല്ലാഹു തആല ഇട്ടു തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിലും മുഗ്രാനിലും ഒരുപാട് വാത്തുക്കളായ സാദാത്യങ്ങളുണ്ട്, ഹയാത്തുള്ളവരുണ്ട്, വഫാത്തായി പോയവരുണ്ട്. എത്രയോ നല്ലവർ ജീവിച്ചു പോയ മണ്ണാണ് നമ്മുടെ ഈ മുഗ്രാനിന്റെ മണ്ണ്. അല്ലാഹു തആല ഇവിടെ ജീവിച്ച് മരിച്ചു പോയ അല്ലെങ്കിൽ ഇപ്പോ ഹയാത്തുള്ള മഹത്തുക്കളായ സാദാത്യങ്ങളുടെ, ആലിമീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ നമുക്ക് നീ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. ദീൻ എന്താണ്, ഖുർആൻ എന്താണ്, മഹാന്മാരായ സാദാത്യങ്ങൾ ആരാണ്, ആലിമീങ്ങൾക്ക് എങ്ങനെയാ ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടത്, ദീനിനെ ഏത് രൂപത്തിലാണ് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യേണ്ടത്, അതൊക്കെയും പഠിച്ച് മനസ്സിലാക്കി അതുപോലെ ജീവിക്കുന്ന സന്താനങ്ങളായി റബ്ബേ നമുക്ക് തന്ന സന്താനങ്ങളെയും നമ്മുടെ നാട്ടിലുള്ള സർവ്വ മക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന അവരുടെ മക്കളെയും നീ ആക്കിത്തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് നമുക്ക് നീ ഇസ്സത്തുണ്ടാക്കി തരണേ അല്ലാഹ്. അത് ഇല്ലത്ത് തരണേ റഹ്മാനെ. അല്ലാഹ് എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി അല്ലാഹ്. അവരുടെയൊക്കെയും അവരുടെ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഉള്ളാടത്ത് എനിക്ക് ഒരുപാട് കാലം ഭക്ഷണം തന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി രാവിലെ മരിച്ചുപോയി. രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു വിളിയാണ്. സുബ്ഹാനല്ലാഹ്. നല്ല രൂപത്തിൽ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച്, ഉസ്താദെ നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത്, ആ രൂപത്തിൽ നമ്മൾ സന്തോഷിപ്പിച്ച ഒരു സഹോദരിയാണ്. ഒരുപാട് കാലങ്ങളായി മുമ്പും കുറെ ക്യാൻസർ പിടിപെട്ടി നമ്മൾ ദ്വാരത്തിരുന്ന ഈ സദസ്സിൽ ആ സഹോദരിയാണ്. പടച്ചോനെ അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. ഒരുപാട് ആലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ നല്ലോണം സ്നേഹിച്ച ഒരു സഹോദരിയാണ്. അല്ലാഹുവേ ആ മഹാന്മാരൊക്കെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ ആ സഹോദരിക്ക്, അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. സബർ നൽകണേ റബ്ബേ. പടച്ചവനെ പേടിക്കപ്പെടുന്ന മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലും നമ്മുടെ സദസ്സിലും ഞങ്ങളുമായി വസിയത്ത് ചെയ്തവരും പലരും ഉണ്ടല്ലോ. ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകല്ലോ. രോഗങ്ങൾ മുഴുവനും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ശരീരങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ യാ അല്ലാഹ് ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആരൊക്കെയുണ്ടോ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു ونعم الوكيل نعم المولى ونعم النصير.